ഇപ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന പേഷ്യൻസ് പല തരത്തിലുള്ള ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ 2000-ഓളം പേരെ ചികിത്സിച്ച് ഭേദമാക്കി എന്ന് പറയുമ്പോൾ തന്നെ അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടുണ്ടാവും. മരുന്നുകൊണ്ട് മാറുന്നതും മനസ്സുകൊണ്ട് മാറുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് പലർക്കും അറിയില്ല. ഇപ്പോൾ വൈദ്യരിപ്പോൾ നേരിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ വരുന്ന പേഷ്യൻസിൻ്റെ അടുത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്ന മെയിൻ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഒരു കുട്ടി ഉണ്ടാവാതിരിക്കാനുള്ള? ഇത് മെയിനായിട്ട് ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ ഇപ്പോൾ എന്തും ഗൂഗിളിൽ നോക്കിയിട്ട് പഠിക്കുന്നൊരു കാലഘട്ടമാണ്. സെക്സ് വരെ അവർ ഗൂഗിളിൽ നോക്കിയിട്ടാണ് പഠിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ആരെങ്കിലൊക്കെ ഉണ്ടാക്കി വിട്ട വീഡിയോകളും അതൊക്കെയാണ് അവരുടെ സ്വപ്നങ്ങളും അവരുടെ ഈ ഇതിനെക്കുറിച്ചിട്ടുള്ള ലൈംഗികതയെക്കുറിച്ചിട്ടുള്ള അറിവുകൾ. ആ അറിവുകൾ തെറ്റാണെന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടാത്തതുകൊണ്ടും പിന്നെ ഏത് സമയത്ത് ശാരീരികമായി ബന്ധപ്പെട്ട ആളാണ് കുഞ്ഞുങ്ങളുണ്ടാവുമെന്ന് പോലും അറിയാത്ത ദമ്പതികളുണ്ട്. കാരണം ഓവുലേഷൻ സമയത്ത് ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ മാത്രമേ കുഞ്ഞുങ്ങളുണ്ടാവുള്ളൂ. അത് ഏത് ജീവിക്കും അങ്ങനെ തന്നെയാണ്, എല്ലാ മൃഗങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് എപ്പോഴാണെന്നും പോലും അവർക്ക് അറിയില്ല, അതിൻ്റെ രീതികൾ അറിയില്ല. അപ്പം നമ്മൾ മരുന്ന് കൊടുക്കുന്നതിനോടൊപ്പം അവർക്ക് ഈ ശാരീരിക ബന്ധപ്പെടേണ്ട ദിവസങ്ങളും സമയങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു വൈദ്യനെന്ന നിലയ്ക്ക് എനിക്ക് കടക്കേണ്ടി വരാറുണ്ട്. അങ്ങനെ അത് തെറ്റിച്ചും വരുന്ന ആളുകളുണ്ട് ഇവിടെ. തീർച്ചയായിട്ടും അവർ എവിടെയും ജോലിയിലായിരിക്കും, മരുന്ന് കഴിക്കും, കോയമ്പത്തൂരാണെന്നോ ബാംഗ്ലൂരാണോ, എന്നിട്ട് മാസം അവർ വരും. അവർ വിചാരം മാസത്തിൽ ഈ 30 ദിവസത്തോളം എപ്പോഴെങ്കിലും വന്നിട്ട് ശാരീരികമായി ബന്ധപ്പെട്ടാൽ മതി എന്നുള്ള രീതിയിലാണ് അവർ പറയുക. അപ്പോൾ അവർക്ക് ലീവ് കിട്ടുമ്പോൾ ശനി ഞായറും വെച്ചിട്ടോ അല്ലെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ വരുന്ന സമയത്ത് ഇവിടെ ഓവുലേഷൻ നടന്നാലല്ലേ ശാരീരികമായി ബന്ധപ്പെട്ട കുഞ്ഞുങ്ങളുണ്ടാവുള്ളൂ. അതുപോലും അറിയാത്ത ആളുകൾ രോഗികളായിട്ട് ഇവിടെ വരാറുണ്ട് എന്നുള്ളതാണ് സത്യം.